ഹലോ ഫ്രണ്ട്സ്, കറി ലീഫ് ടേസ്റ്റ് ടിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇടാൻ തീരുമാനിച്ച്. അത് ഞാൻ അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ മമ്മിയുണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ മമ്മിയാണ്. അപ്പം മമ്മിയുടെ ഒരു കിടിലൻ ഐറ്റം നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരിക, കാണുക. അപ്പം മമ്മി, നമ്മൾ ഇന്ന് എന്നാ തയ്യാറാക്കാൻ പോകുന്നത്? നമ്മളിന്ന് മുളകിട്ട് വറക്കുന്ന ബീഫ്, അതായത് മത്തൻമുളക് മാത്രം മുറിച്ചിട്ട് ബീഫ് വറുത്തെടുക്കുക. ഓക്കെ, മത്തൻമുളക് മാത്രം മുറിച്ചിട്ട് ബീഫ് തയ്യാറാക്കി എടുക്കാന്നാണ് മമ്മി പറയുന്നത്. അപ്പോൾ അതിനകത്ത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഞാൻ ഈ ബീഫ് കൂട്ടിയിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെയാണ് ഈ ബീഫ് വരട്ടിയത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്നും വിചാരിക്കുന്നത്. അപ്പം വളരെ കുറച്ച് സമയം മതി, പിന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും ഉള്ളൂ. ടേസ്റ്റ് അത് അടിപൊളിയാണ്. അത് ഞാൻ പറയുന്നേക്കാളും നല്ലത് നിങ്ങൾ തയ്യാറാക്കി തന്നെ നോക്കി ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കമൻസുമായിട്ട് യൂട്യൂബിൽ വരിക. അപ്പം നമുക്ക് അടുക്കളയിലോട്ട് പോയാലോ? ഓക്കെ, അപ്പം ഞങ്ങൾ ബീഫ് വരട്ടിയത് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് അവിടെ വെച്ച് കാണാം. നമ്മൾ ആദ്യമായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഏകദേശം 1 കിലോ ബീഫാണ്. ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വാഷ് ചെയ്തിട്ട് വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്യാൻ വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് വറ്റൽമുളകാണ്. അത് ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ ജസ്റ്റ് മുറിച്ചെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ, ചതച്ചിട്ടൊന്നുമില്ല. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേണ്ട വേറൊരു ഇൻഗ്രീഡിയൻറ്റ്, അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്. അത് ഇച്ചിരി കൂടുതലുണ്ട്, പക്ഷെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇത്രയും സാധനം വേണ്ടതുള്ളൂ. അപ്പം നമ്മുടെ ബീഫ് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കിയാലോ? ഇന്ന് മമ്മിയാണ് കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം മമ്മി തുടങ്ങിക്കോ. അപ്പം മമ്മി ഇപ്പം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും അല്ലേ? നമുക്ക് ഈ കറിക്ക് കുറച്ച് നന്നായിട്ട് എണ്ണ വേണം. അപ്പം നമ്മുടെ കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. മമ്മി ഇതിനകത്ത് എന്തോരെയാണ് മമ്മി എണ്ണ എടുത്തിരിക്കുന്നത്? 100 ml. 100 എണ്ണ. ഏകദേശം 1 കിലോ ബീഫാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 100 ml എണ്ണ എടുക്കുകയാണ്. ഇപ്പോൾ കടുക് പൊട്ടി ഏകദേശം വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറ്റൽമുളക് മുറിച്ചെടുത്തത് ഇട്ട് കൊടുക്കുകയാണ്. അത് ഈ വറ്റൽമുളക് കൂട്ടിയും കുറച്ചും നമുക്കിടാം. അതിപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ആവശ്യത്തിന്. ഇപ്പോൾ എരിവ് നന്നായിട്ട് വേണമെങ്കിൽ കൂടുതലിടാം, കാരണം ഈ മുളകിന് അധികം എരിവില്ല. ഞങ്ങൾ ഇച്ചിരി അധികം തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ബീഫിനകത്ത് ഉള്ള മുളകിന് ടേസ്റ്റാണ് കേട്ടോ. ഈ ബീഫിനകത്തുള്ള ഈ മുളകിനാണ് പിടിച്ചു കറി അവസാനം. അതുകൊണ്ട് ഇച്ചിരി മുളക് കൂട്ടിയിട്ടാലും യാതൊരു കുഴപ്പമില്ല. എരിവൊന്നും അധികം വരില്ല. മമ്മി പറഞ്ഞു കേട്ടില്ലോ, എരിവൊന്നും അധികം വരത്തില്ല. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമ്മൾ ഇതിനകത്ത് അധികം മസാലയൊന്നും ചേർക്കുന്നില്ല, ഒരു മസാല ഇല്ല. നമ്മൾ ചേർക്കുന്നത് ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയാണ്, അല്ലാതെ വേറെ ഒന്നും ഇതിനകത്ത് വരുന്നില്ല. വേറെ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ മസാലക്കൂട്ടൊന്നും വരുന്നില്ല. ഇതിട്ട ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, കരിഞ്ഞു പോകാതെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് വേണ്ടത് നമ്മുടെ കറിവേപ്പിലയാണ്. ശേഷം നമുക്ക് കയ്യിലുള്ളതുപോലെ ഇട്ട് കൊടുക്കാം. ഞാനൊരു 5-10 തണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില എത്രയായാലും അധികം ആകുന്നില്ല. കറിവേപ്പില എത്രയായാലും അധികം ആവത്തില്ല എന്നാണ് മമ്മി പറയുന്നത്. മുളക് കരിഞ്ഞു പോകാതെ നോക്കണം. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, മുളക് കരിഞ്ഞു പോകാതെ വാങ്ങിയെടുക്കണം. ഇനിയിപ്പം നമ്മളതിലേക്ക് നമ്മൾ കഴുകി വെച്ച ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇപ്പോൾ ബീഫ് ജസ്റ്റ് ഇളക്കിയെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാവേ. ഇപ്പം നമ്മൾ ബീഫ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഇളക്കിയ ശേഷം നമുക്ക് അതിലേക്ക് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാവേ. ഉപ്പും കൂടി ആദ്യം ഇട്ടിട്ട് ഇളക്കിയെടുക്കാം. പക്ഷേ അപ്പം മുളക് കരിഞ്ഞു പോകരുത്, മുളക് അടി കിടക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം ഒന്ന് ഇളക്കിയെടുത്തത്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്ത് വേവിച്ചെടുക്കുക. ഇതാണ് ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. പക്ഷേ നമ്മൾ കുക്കറിനകത്ത് വേവിച്ച ബീഫല്ല നമ്മളിവിടെ തയ്യാറാക്കുന്നത്. കുക്കറിനകത്ത് വേവിക്കാതെ
ഇങ്ങനെ ഈ മസാലക്കകത്ത് കിടന്ന് ഈ മുളകും എണ്ണക്കകത്ത് കിടന്ന് മെല്ലെ വേകണം. ഈ മമ്മി പറഞ്ഞതുപോലെ ഈ എണ്ണക്കകത്ത് കിടന്ന് ഇഞ്ചി മുളകും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളി ഇതിൽ കടന്ന് ഇറച്ചി മെല്ലെ വെള്ളം ഇറങ്ങി വെള്ളം പറ്റി വെന്ത് കഴിയുമ്പോൾ ആയി. ഇപ്പം നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി. അതല്ലെങ്കിൽ മുളക് കരിഞ്ഞു പോകും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം തീ വളരെ കുറച്ചിട്ടിട്ട് ഇത് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഏകദേശം ഒരു അരമണിക്കൂറോളം ആവും ഇത് വെന്ത് കിട്ടാൻ വേണ്ടി. നമ്മൾ ഇളക്കിയിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചപ്പോൾ നമ്മൾ ഫ്ലെയിം ഇത്തിരി കൂട്ടിയിട്ടിട്ടുണ്ട്. ഇനി ഇറച്ചിയുടെ വെള്ളം എല്ലാം ഒന്ന് ഇറങ്ങണം. ഇറച്ചിയുടെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് തീ അങ്ങ് കുറയ്ക്കാം. അതായത് ഫ്ലെയിം കുറച്ചിടാം. നമുക്ക് ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ട് കുക്ക് ചെയ്തെടുക്കാം. ബീഫ് വേവണം. അത് ഈ മസാലയ്ക്കകത്ത് കടന്ന് തന്നെ വേവണം. ഇതിനകത്ത് നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിക്കുന്നില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ ബീഫ് ഇവിടെ അടിപൊളിയായിട്ട് വെന്ത് വരുന്നുണ്ട്. നമ്മൾ മൂടി വെച്ചിരിക്കുകയാണ്. ഏകദേശം ഒരു 20-30 മിനിറ്റേലും എടുക്കും ഇത് വെന്ത് വരാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇതുണ്ടോ, നമ്മൾ ബീഫ് ഇപ്പോൾ അടച്ചു വെച്ചിട്ട് ഏകദേശം 5 മിനിറ്റേ ആയുള്ളൂ. അപ്പോഴത്തേക്കും തന്നെ ബീഫിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. മമ്മി പറഞ്ഞ് നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാവേ. ഇനി നമുക്കിതൊന്നുകൂടെ തട്ടിപ്പൊത്തി മൂടി വെച്ചേക്കാം. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞേ ഉള്ളൂ. നോക്കി, ഇപ്പം തന്നെ നമ്മുടെ ബീഫ് വെള്ളമെല്ലാം നന്നായിട്ട് ഇറങ്ങിയിട്ട് വേവുന്നുണ്ട്. ഈ വെള്ളം മൊത്തം വറ്റി വരണ്ട അമ്മേ. ഈ വെള്ളം മൊത്തം പറ്റുമ്പോൾ തന്നെ ഇറച്ചി വരും. ഈ വെള്ളം മൊത്തം വറ്റി വരണം. അപ്പോഴത്തേക്കും നമ്മുടെ ഇറച്ചി ബീഫ് വെന്ത് പെർഫെക്റ്റ് ആയിട്ടിരിക്കും. ഇപ്പം നമ്മുടെ ബീഫ് വെള്ളം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വെള്ളം ഒന്നുമില്ല. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം അതിന് ഉപ്പുണ്ടോ നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് നേരം കൂടെ ഇളക്കി വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ബീഫ് വെന്തോന്നും കൂടി ഒന്ന് നോക്കണേ. നമ്മൾ അരമണിക്കൂറായിട്ട് ഇതുണ്ടോ, വെള്ളം മൊത്തം വറ്റി. ബീഫ് ഒരു 75 അല്ല, ബീഫ് ഒരു 90% തന്നെ കുക്കായിട്ടുണ്ട്. അതിൽ നന്നായിട്ട് ഉണങ്ങി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം കൂടെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. അതല്ല ഇപ്പോൾ ഒരു പൊറോട്ടയ്ക്കൊക്കെയാണ് കഴിക്കുന്നതെങ്കിൽ ഇതുണ്ടോ, ഈ ഒരു പരുവത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ പരുവത്തിൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ മമ്മി പറഞ്ഞ ഇത് ഏകദേശം ഒരാഴ്ചയോടൊക്കെ ഇരിക്കും. കാരണം നമ്മൾ ഇതിനകത്ത് മല്ലിപ്പൊടിയോ ഒരു സാധനം ഇടുന്നില്ല. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ ചൂടാക്കി കഴിക്കുമ്പോഴത്തേക്ക് നല്ല ഡ്രൈ ആയിട്ട് ബീഫ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇച്ചിരി കൂടുതൽ ബീഫ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് കാര്യം എളുപ്പമായി. ലാസ്റ്റ് വരുമ്പോൾ തന്നെ ഉണക്കറച്ചി ലാസ്റ്റ് വരുമ്പോൾ ഉണക്കറച്ചി പോലെ ഭയങ്കര ഡിമാൻഡായിരിക്കും. ഇതുണ്ട്, ഇതിനകത്ത് മുളകൊക്കെ നോക്കി നന്നായിട്ട് വറുത്ത് ഉണങ്ങി, എന്താ പറയുക, അതിനോട് എണ്ണയ്ക്കകത്ത് വെന്തിട്ട് നല്ല മൊരിഞ്ഞ് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ മുളക് ആണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ തേങ്ങാക്കൊത്ത് ചേർക്കേണ്ടവർക്ക് തേങ്ങാക്കൊത്തൂടെ ചേർക്കാം. ഞങ്ങൾ തേങ്ങാക്കൊത്ത് ചേർത്തില്ല. പിന്നെ എന്താ പറയുക, ഇത്രയേ ഉള്ളൂ സംഭവം. ഞങ്ങൾ ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പം ഇത് കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുകൊണ്ടാണ് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തേക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളൊരു ഇച്ചിരി നേരം കൂടെ ഡ്രൈ ആക്കാൻ വയ്ക്കുകയാണ്. ഇച്ചിരി ഡ്രൈ ആയിട്ട് വരുന്നത് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടെ ലോ ഫ്ലെയിമിലിട്ട് വെക്കാൻ പോവാം. ഡ്രൈ ആകേണ്ടവർക്ക് കുറച്ച് സമയം കൂടി വെക്കുക.